തൗഫീഖ് അൽ ഹസനി അൽ അർഷദി. ഷഹീദെ മില്ലത്ത് വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പടയോട്ട ഭൂമികയായ പാലക്കാടിന്റെ മണ്ണിൽ 1981 ജനുവരി 10 റബിയുൽ അവ്വൽ 1 കള്ളിക്കാട് മർഹൂം മൊയ്തുണ്ണിയുടെയും ഒലവക്കോട് ജൈനിമേട് മൈമൂനയുടെയും മകനായി ജൈനിമേട്ടിൽ ജനനം. കർമ്മഭൂമിയിൽ കനകം വിളയിച്ച സ്വാത്വിക പ്രമുഖനായ ഷെയ്ഖുന പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ, ഷെയ്ഖുന കൻസുൽ ഫുഖഹാ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ താഴേക്കോട്, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈലി, IMK ഫൈലി കല്ലൂർ എന്നീ പണ്ഡിത കുലപതികൾ കല്ലേക്കാട് ജാമിയ ഹസനിയയിലെ പഠനകാലത്തെ ഉസ്താദിന്റെ പ്രധാന ഗുരുനാഥന്മാരാണ്. ബുദ്ധികൂർമ്മതയും ഗ്രാഹ്യശക്തിയും മികച്ച പഠനോത്സുകതയും മേളിച്ച ഉസ്താദ് അവറുകൾ 2004 1ാം റാങ്കോടെ അൽഹസനി ബിരുദം കരഗതമാക്കിയ അൽഹസനികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനും ഗ്രന്ഥകാരനുമായിരുന്നു. പ്രമുഖ ആദർശ പണ്ഡിതൻ അലവി സഖാഫി കൊളത്തൂർ റഷാദിയക്ക് കീഴിൽ നടത്തിയ അൽ അർഷദി കോഴ്സിൽ സത്തേൺ ചാപ്റ്ററിൽ നിന്നും 1ാം സ്ഥാനത്തോടെ അർഷദി ബിരുദം കരഗതമാക്കാനും ഉസ്താദിന് സാധിച്ചു. നിർമ്മലമായ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ മഹനീയ ഭാവമായിരുന്നു ഉസ്താദ് അവർകൾ. നിരന്തരമായി തന്നെ വേട്ടയാടിയിരുന്ന രോഗപീഠകൾക്കിടയിലും അതരമിൽ നിറപുഞ്ചിരി തൂകി ക്ഷമയുടെ പര്യായമായി ജീവിതം നയിച്ചു. പ്രതിസന്ധിയിൽ പിടയുന്ന 100 കണക്കിന് ആളുകളുടെ ആശാകേന്ദ്രവും വീണുകിടക്കുന്നവരെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന പ്രചോദകനായ മികച്ച മോട്ടിവേറ്റർ കൂടിയായിരുന്നു തൗഫീഖ് അൽ ഹസനി അൽ അർഷദി ഉസ്താദ് അവറുകൾ. ജ്ഞാനമൊഴുകുന്ന ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഹൃദയം തൊടുന്നതും പരിവർത്തനമുളവാക്കുന്നതുമായിരുന്നു. സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിന്ന ഉസ്താദ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് 1000 പേർക്കുള്ള പഠനോപകരണങ്ങൾ അടങ്ങുന്ന ബാഗുകൾ, റിലീഫ് കിറ്റുകൾ, നിർധരർക്ക് വേണ്ടിയുള്ള ഹോം കെയർ പദ്ധതികൾ, വിവാഹ ധനസഹായങ്ങൾ തുടങ്ങി മികവുറ്റ ധാരാളം പദ്ധതികളാൽ കർമ്മമണ്ഡലത്തിൽ ഉസ്താദ് നിറഞ്ഞു നിന്നു. സുന്നി പ്രസ്ഥാന രംഗത്ത് വിദ്യാർത്ഥികാലം മുതൽക്ക് തന്നെ സജീവ സാന്നിധ്യമായിരുന്ന തൗഫീഖ് ഉസ്താദ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ജില്ലാ ട്രഷറർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി തുടങ്ങിയ അനവധി പദവികളിൽ ആത്മാർത്ഥ സേവനം അനുഷ്ഠിക്കുകയും പാലക്കാട് ജില്ലയിൽ ധാരാളം സംഘടനാ യൂണിറ്റുകളും കിഴക്കൻ മേഖലയിൽ കൊല്ലങ്കോട് ഡിവിഷൻ വരെ ഉസ്താദിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഉയർക്കൊണ്ടവയായിരുന്നു. പ്രസ്ഥാന രംഗത്തെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി 100 കണക്കിന് പ്രവർത്തകരെയാണ് ഉസ്താദ് അവറുകൾ സൃഷ്ടിച്ചെടുത്തത്. ആദർശവൈരികളുടെ പേടി സ്വപ്നമായിരുന്ന EK ഹസൻ മുസ്ലിയാരുടെ അനന്തരവരായി പാലക്കാട് കണ്ട അതുല്യ പ്രതിഭയും ആദർശ പ്രഭാഷകനുമായ തൗഫീഖ് അൽ ഹസനി അൽ അർഷദി ഒരുപാട് മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും LCD പ്രഭാഷണങ്ങളിലും ഇടിമുഴക്കമായി നിറഞ്ഞു നിന്ന വിപ്ലവ നായകനായിരുന്നു. മികച്ച സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായ ഉസ്താദിന്റെ തൂലികയിൽ നിന്നും വിരിഞ്ഞത് ധാരാളം പ്രസിദ്ധീകരണങ്ങളാണ്. നോമ്പ് മദ്ഹബുകളിൽ, അന്ത്യകർമ്മങ്ങൾ, ആചാര അനാചാരങ്ങൾ, റിനൈസൻസ് തുടങ്ങിയ പുസ്തകങ്ങളും ഒട്ടനവധി ലേഖനങ്ങളും തൂലികാരംഗത്തെ ഉസ്താദിന്റെ സംഭാവനകളായിരുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഉസ്താദ് സംഘടിപ്പിച്ച ദഅവ ക്ലാസുകൾ, നസ്വീഹ പഠനവേദികൾ, സഹോദരിമാർക്ക് സിദ്ദീഖ ബിരുദം നൽകുന്ന 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നിസ എജുഹോം പഠന പദ്ധതി, ഖുതുബിയത്ത് മജ്ലിസുകൾ, റബിയ മൗലിദ് സദസ്സുകൾ, സ്വലാത്ത് മജ്ലിസുകൾ, പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലും കുറിശാങ്കുളത്തും ഉസ്താദ് സ്ഥാപിച്ച ഒട്ടനവധി ദർസുകൾ, മതബൗദ്ധിക ബിരുദധാരികളായ അനവധി യുവ പണ്ഡിതന്മാർ, ഒട്ടനവധി മുതഅല്ലിമുകൾ, ദർസി സബര്യ കൊണ്ട് ഉസ്താദ് ബാക്കിവച്ചുപോയ മൂല്യവത്തായ സമ്പത്തുകളാണ്. മഹാരഥന്മാരായ അനവധി പണ്ഡിത ജ്യോതിസുകളിൽ നിന്ന് ഖാദിരിയത്തടക്കം വ്യത്യസ്തങ്ങളായ ധാരാളം ത്വരീഖത്തുകൾ സ്വീകരിച്ച് ജീവിതം ആത്മീയതയ്ക്കും ദർസിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച് ശിഷ്യഗണങ്ങളെ സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ച് ഗുരുശ്രേഷ്ഠന്മാരെയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ആദരിച്ച് വിശുദ്ധ ദീനീ പ്രവർത്തന ഗോതയെ നിരന്തരമായ പദ്ധതികളെ കൊണ്ട് സക്രിയമാക്കി നിർത്തി കേവലം 44 വയസ്സുകൊണ്ട് ഒരു പുരുഷായുസ് ചെയ്തു തീർക്കുന്നതിലധികം പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്താണ് കുളിച്ച് അംഗശുദ്ധി വരുത്തി ഷഹാദത്ത് കലിമ ചൊല്ലി റബിയുൽ അവ്വലിൽ വിരിഞ്ഞ കിഴക്കൻ പാലക്കാടിന്റെ നവോത്ഥാന നായകനായ ആ പുണ്യപുഷ്പം പുണ്യ റബീഇന്റെ തിങ്കളിൽ പൊഴിഞ്ഞ് ഇലാഹി സവിധമിലണഞ്ഞത്.
അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ നൽകി ഉസ്താദിനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ഉസ്താദിനൊപ്പം ഒത്തൊരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.